വയനാട് DCC യോഗത്തിൽ താക്കീതുമായി ACC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. നേതാക്കൾ തമ്മിലുള്ള അഭിപ്രായ ഭിന്നതകൾ താഴെത്തട്ടിൽ ബാധിക്കുന്നുണ്ട് എന്നാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. ഇത്തരം പ്രവണതകൾ ഇനി ആവർത്തിക്കരുത്. മുള്ളൻകൊല്ലിയിലെ ആത്മഹത്യ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു DCC യോഗത്തിൽ KC വേണുഗോപാലിന്റെ വിമർശനം. കമൽ വിവരങ്ങളുമായി. കമൽ, ഇപ്പോൾ വയനാട് DCCയുമായി ബന്ധപ്പെട്ട് നിരവധി ആക്ഷേപങ്ങളുണ്ട്. ആത്മഹത്യകളുടെ ഞെട്ടിക്കുന്ന കണക്കുകൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം, കഴിഞ്ഞ വർഷങ്ങളിലെ ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ ക്രോഡീകരിക്കപ്പെട്ട് കഴിഞ്ഞ ദിവസം മുള്ളൻകൊല്ലിയിലെ ആത്മഹത്യയ്ക്ക് പിന്നാലെ പുറത്തു വന്നതാണ്. ഏത് തരത്തിലാണ് AICC നേതൃത്വം ഇടപെടുന്നത്? പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയുടെ മണ്ഡലമായിരുന്നു, പ്രിയങ്ക ഗാന്ധിയുടെ മണ്ഡലമാണ്. അവിടെ എന്ത് സംഭവിക്കുന്നത്? ദേശീയ തലത്തിൽ പോലും വലിയ ചർച്ചയാകുന്ന സ്ഥിതിയുണ്ടല്ലോ. ഗൗരവത്തിൽ ഇടപെടുന്നുണ്ടോ? രതീഷ്, അത് തന്നെയാണ് KC വേണുഗോപാൽ എടുത്തു പറഞ്ഞത്. വയനാട് ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു പ്രദേശമാണ്. പ്രിയങ്ക ഗാന്ധിയുടെ മണ്ഡലമാണ്, നേരത്തെ രാഹുൽ ഗാന്ധിയുടെ മണ്ഡലമായിരുന്നു. അവിടെ ഒരു തരത്തിലുള്ള വിഭാഗീയതയും വെച്ചു പൊറപ്പിക്കില്ല. നേതാക്കൾ തമ്മിൽ എന്തെങ്കിലും അഭിപ്രായ ഭിന്നത ഉണ്ടെങ്കിൽ അത് ഉടൻ തീർക്കണം. ഇതുവരെ ഉണ്ടായ പ്രശ്നങ്ങൾ ഉടൻ പരിഹരിക്കണം. അതല്ലെങ്കിൽ കർശന നടപടി ഉണ്ടാകും എന്നാണ് DCC നേതൃയോഗത്തിൽ KC വേണുഗോപാൽ പറഞ്ഞത്. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫാണ് അതിനുശേഷം പരസ്യമായി മാധ്യമങ്ങളെ കണ്ടത്. അദ്ദേഹം പറഞ്ഞത് ഇതിനായി സജീവ് ജോസഫിനെയും അതുപോലെ ജമീല ആലിപ്പറ്റയെയും ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ഈ പ്രശ്നങ്ങൾ അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ. മാത്രമല്ല, ഈ NM വിജയന്റെ മകളുടെ ലോണിന്റെ വിഷയം അത് എത്രയും പെട്ടെന്ന് വായ്പ തീർക്കും എന്നാണ് സണ്ണി ജോസഫ് പറഞ്ഞത്. അതായത് കഴിഞ്ഞ ദിവസം ഈ MN വിജയന്റെ മരുമകൾ മുഖ്യമന്ത്രി ഉൾപ്പെടെ കണ്ടതാണ്. ഇപ്പോൾ CPM ആ വിഷയത്തിൽ കുറെ കൂടി അഗ്രസീവായി കോൺഗ്രസിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. തദ്ദേശ ഇലക്ഷൻ ഉൾപ്പെടെ വരികയാണ്. അതിന് മുൻപ് തന്നെ കടം തീർക്കുമെന്നാണോ? അതായത് ബാങ്കിൽ നിന്ന് പ്രമാണം എടുത്തു കൊടുക്കും എത്രയും പെട്ടെന്ന്. അത് മാത്രമാണ് പാർട്ടി നൽകിയൊരു വാഗ്ദാനത്തിൽ ഇനി ബാക്കിയുള്ളത്. അർബൻ ബാങ്കിലെ കടം വീട്ടി ഈ കടം എത്രയും പെട്ടെന്ന് ബാങ്കിലെ പ്രമാണം ആ കുടുംബത്തിന് എടുത്തു തീർക്കും. അത് നിയമപരമായ ബാധ്യതയല്ല, ധാർമ്മികമായ ഒരു ബാധ്യതയുടെ പേരിലാണ് അത് ചെയ്യുന്നതെന്നും സണ്ണി ജോസഫ് വ്യക്തമാക്കി.